നായകൻ അല്ലെങ്കിൽ നായകന്റെ കൂട്ടുകാർ വില്ലന്റെ മുന്നിൽ പെടാൻ പോകുന്നു, അല്ലെങ്കിൽ വില്ലൻ അവരെ പിടിക്കാൻ പോകുന്നു. ഈ ഒരു പർട്ടിക്കുലർ സീനാണ് ഒരു സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഒരു സിനിമയിലെ ഏറ്റവും ടേണിംഗ് പോയിന്റും ഇങ്ങനത്തെ ഒരു സീൻ തന്നെയായിരിക്കാം. അത്തരം ഒരു കാറ്റഗറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ചോട്ടാ മുംബൈ ചന്ദ്രപ്പനും സൈനുവും കൂടെ നടേശന്റെ ഗോഡൌണിലേക്ക് ക്യാഷ് മേടിക്കാൻ വരുന്ന ഒരു സീൻ. തല വക്കീലിനോട് ഞങ്ങളാണ് നടേശനുമായി കോർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞ് വരുന്ന ഒരു 10 മിനിറ്റ് സീൻ. ഈ ഒരു 10 മിനിറ്റ് സീനിൽ അൻവർ ഷീർ ശരിക്കും ചന്ദ്രപ്പൻ എന്ന ക്യാരക്ടറിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അത്രയ്ക്കും രസകരമായിട്ടാണ് ആ ഒരു സീനിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രപ്പനും സൈനുവും കൂടെ നടേശന്റെ ഗോഡൌണിലേക്ക് ക്യാഷ് മേടിക്കാൻ വരുന്നു. അവിടെ സതീശനുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അറിയാം സതീശൻ അവരെ തിരിച്ചറിയും, അവരെ പിടിക്കുമെന്ന്. പക്ഷേ ഈ സീൻ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അൻവർ റഷീദ് മേക്ക് ചെയ്തിരിക്കുന്നത്. സതീശന്റെ അടുത്തേക്ക് ചന്ദ്രപ്പനും സൈനുവും കൂടെ നടന്നു വരുന്നു. ആ സമയത്ത് സതീശൻ കോൾ വിളിക്കാനായി എണീക്കുന്നു. അവരുടെ ഇടയിലേക്ക് ഒരു വണ്ടി വരുന്നു. ഈ വണ്ടിയുടെ മറവിൽ രണ്ടുപേരും കാണാതെ പോകുന്നു. ചന്ദ്രപ്പന് കാശ് കിട്ടുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു അവർ രക്ഷപ്പെടുമെന്ന്. എന്നിട്ട് നേരെ ചന്ദ്രപ്പനും സൈനുവും കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും നടേശന്റെ ആ സീനിലേക്കുള്ള എൻട്രി. ഒരു കാര്യമില്ലാണ്ട് നടേശനുമായി ചന്ദ്രപ്പൻ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നടേശൻ അവരെ തിരിച്ചറിയുന്നു. നടേശൻ അത് സതീശനോട് പറയുകയും ആ സമയത്ത് ചന്ദ്രപ്പനും സൈനും കൂടെ ഓട്ടോയിൽ കയറുന്നു. സതീശൻ പുറകെ വന്ന് ഓട്ടോ നിർത്തുന്നു. സതീശൻ ഓട്ടോയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ചന്ദ്രപ്പൻ വെളിയിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ചന്ദ്രപ്പൻ തിരിച്ചു കയറുമ്പോൾ സതീശൻ പോകുന്നു. നമ്മൾ വിചാരിക്കും അവർ രക്ഷപ്പെട്ടു വന്ന്. ഇവിടെയാണ് ആ സീനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ. ഒരു കാര്യവുമില്ലാത്ത പണി ഏണി വെച്ച് പിടിച്ചു കയറുന്ന ചന്ദ്രപ്പന്റെ ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡിൽ ചന്ദ്രപ്പൻ ഓട്ടോയ്ക്ക് വെളിയിൽ ഇറങ്ങുന്നു. സതീശനെ വിളിക്കുന്നു. സതീശൻ കാണുന്നു. അവർ പിടിക്കപ്പെടുന്നു. ഇതാണ് ആ സീൻ. സാധാരണ ഒരു സിനിമയിൽ ഭയങ്കര ടെൻസ്ഡ് ആയ ബീജം ഒക്കെ ഇട്ടിട്ട് ഇത്തിരി സ്ലോ മോഷനൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനത്തെ സീൻ വരുന്നത്. പക്ഷെ അൻവർ റഷീദ് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടാണ് ആ ഒരു സീൻ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പോലും ഒരേ സമയം ചിരിയും വരും, എന്നാൽ ഒരേ സമയം ആകാംക്ഷയും വരും, ഇവർ പിടിക്കപ്പെടുമോ ഇല്ലയോ എന്ന്. ഇത് തന്നെയായിരുന്നു അൻവർ റഷീദ് എന്ന ഒരു കൊമേഴ്ഷ്യൽ സംവിധായകന്റെ വിജയവും. ഈ ഒരു സീൻ മാത്രമല്ല, ഈ സിനിമയിലെ ഒട്ടുമിക്ക സീനുകളും ഇങ്ങനെ തന്നെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു ട്വിസ്റ്റ് പോലെ വരും. അങ്ങനെയാണ് മിക്ക സീൻസും. രാജമാണിക്യത്തിലാണെങ്കിലും ചോട്ടാമുംബൈയിലാണെങ്കിലും അണ്ണൻ തമ്മിലാണെങ്കിലും ഇങ്ങനത്തെ സീനുകളാൽ സമ്പന്നമാണ്. കാത്തിരിക്കുന്നു അൻവർ റഷീദ് എന്ന ഒരു കൊമേഴ്ഷ്യൽ സംവിധായകന്റെ തിരിച്ചുവരവിനായി.